അതുപോലെ തന്നെ മുഹീദ്ദീൻമാര ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ജീലാനിയുടെ കാലങ്ങൾക്ക് ശേഷം കോഴിക്കോടുകാരനായ ആലി മുഹമ്മദ് ആണ് 1027 എഴുതിയുണ്ടാക്കിയ ഒരു കാവ്യമാണ്, ഒരു പാട്ടാണ് മുഹീദ്ദീൻമാര എന്ന് പറയുന്നത്. അതിലൂടെ അവർ പ്രചരിപ്പിക്കുന്നതോ വല്ല നിലത്തീനും എന്നെ വിളിപ്പോർക്ക് വായ്കൂടാവുത്തീരം ഞാൻ ചെയ്യും ഞാൻ എന്നോ പറഞ്ഞാണ്. എവിടെ വെച്ചുകൊണ്ട് ഷെയ്ഖിനെ വിളിച്ചാലും ആ ഷെയ്ഖ് അവർക്ക് ഉത്തരം നൽകുമെന്ന് അവർ പ്രചരിപ്പിക്കുകയാണ്. താൻ മുഖാന്തരമാണ് പടച്ചറപ്പിനോട് ചോദിക്കേണ്ടത് എന്ന് ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ജീലാനി പറഞ്ഞു എന്നവർ പ്രചരിപ്പിക്കുകയാണ്. യാതൊരു ഒരിക്കലും അല്ലാഹു തേടുകിൽ എന്നെ കൊണ്ടല്ലാതെ തേടുവിൻ എന്നോവർ എന്നാണ്. മുഹീദ്ദീൻമാലയുടെ വ്യാഖ്യാനം മുസ്തഫൽ ഫൈസി എഴുതിയ പുസ്തകത്തിലാണ് ഇങ്ങനെയുള്ളത്. താൻ മുഖാന്തരമാണ് അല്ലാഹുവിനെ വിളിക്കേണ്ടത്, അത് പടച്ചോനെ നേരിട്ട് വിളിക്കുന്നതിന് പകരം മുഹീദ്ദീൻ ഷെയ്ഖിലൂടെ അതിലൂടെയാണ് അല്ലാഹുവിനെ വിളിക്കേണ്ടത് എന്നവർ പ്രചരിപ്പിക്കുന്നുവെന്നാണ് പറഞ്ഞത്. മനുഷ്യന്റെ മനസ്സിലുള്ള കാര്യം മുഹീദ്ദീൻ ഷെയ്ഖിന് അറിയാമെന്നാണ്. കുപ്പിയകത്തുള്ള വസ്തുവിനെ പോലെ കാണും ഞാൻ നിങ്ങളെ കൽവകമെന്നോ പറഞ്ഞ് ഷെയ്ഖിനെ കുറിച്ച് ഇല്ലാത്തത് പ്രചരിപ്പിക്കാണ്. കുപ്പിക്കകത്തുള്ള വസ്തുവിനെ പോലെ എങ്ങനെ മനസ്സിന്റെ അകത്തുള്ളത് അറിയുന്നത് പടച്ചറപ്പ് മാത്രമാണെന്ന് ഖുർആനിന്റെ വചനമുണ്ടാകുമ്പോൾ തന്നെ കുപ്പിയുടെ അകത്തുള്ളതൊക്കെ കാണുന്നവരാണ് പ്രചരിപ്പിക്കുന്നു. അതുപോലെ തന്നെ മരിച്ചതിനെ ജീവിപ്പിക്കാൻ മുഹീദ്ദീൻ ഷെയ്ഖിന് കഴിയുമെന്നാണ്. സത്യജഗത്തിന്റെ ജീവൻ ഇടിച്ചോവർച്ചാകും കലിശത്തെ നന്നാക്കി വിട്ടോവരെന്ന് മുഹീദ്ദീൻ ഷെയ്ഖിന്റെ വ്യാഖ്യാനത്തില് മുസ്തഫൽ ഫൈസി അവർ പ്രചരിപ്പിക്കുകയാണ്. ചത്തതിനെ ജീവിപ്പിക്കാൻ പോലും മുഹീദ്ദീൻ ഷെയ്ഖിന് കഴിയുമെന്നാണ്. മരണപ്പെട്ടവരെ ജീവിപ്പിക്കാനുള്ള കഴിവ് സൃഷ്ടി കഴിവിന് അതീതമാണെന്ന് വിശ്വസിക്കുന്ന മുസ്ലിമിന്റെ മനസ്സുകളിലേക്ക് ചത്തതിനെ ജീവിപ്പിക്കുവാനൊക്കെ മുഹീദ്ദീൻ ഷെയ്ഖിന് കഴിയുമെന്ന് അവർ ആളുകൾക്കിടയിലേക്ക് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നു.